ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് കാലഘട്ടമാകുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് ആദ്യമായും തന്നെ ഓടിയെത്തുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലെ പെരുന്നാളും ആ രാത്രിയിലെ പാതിരാ കുർബാനയും ഗായക സംഘങ്ങളോടൊപ്പമുള്ള ഒത്തൊരുമയായിട്ടുള്ള കരോൾഗാന മത്സരങ്ങളുമെല്ലാമാണ്. എൻ്റെ നാട് തോട്ടയ്ക്കാടാണ്. ഞാൻ തോട്ടയ്ക്കാട്ടുകാരിയാണ്. അവിടെ ഞങ്ങൾക്ക് ആദ്യമായി തന്നെ പറയേണ്ടതാണെങ്കിൽ ക്രിസ്മസിൻ്റെ ആ സമയമാകുമ്പോഴത്തേക്ക് ഡിസംബർ മാസം ആകുമ്പോഴേ ഞങ്ങളുടെ ഇടവകയിലോട്ട് ഒരു ഇരച്ച് ആരവം എഴുന്നള്ളി വരികയാണ് ചെയ്യുന്നത്. പുൽക്കൂട്ടി പിറന്ന ഉണ്ണീശോയെയും അതോടൊപ്പം തന്നെ ജനുവരി 1-ാം തീയതി ഞങ്ങൾ ആഘോഷിക്കുന്ന ഉണ്ണീശോയുടെയും സെബസ്ത്യാനോസിൻ്റെയും തിരുനാളുകളുമാണ് ഓടിയെത്തുന്നത്. പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേക്ക് തലേ ദിവസം മുതലെന്നല്ല, ആ 1-ാം തീയതി ആകുമ്പോൾ മുതലേ നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, ഭവനങ്ങളിൽ ക്രിസ്മസ് നക്ഷത്രങ്ങൾ തൂക്കുന്നതും പുൽക്കൂടുകൾ നിർമ്മിക്കുന്നതും ക്രിബ് നിർമ്മിക്കുന്നതുമൊക്കെയാണ്. അതൊക്കെ വലിയൊരു ആഘോഷമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ ഈ സമയത്തെന്ന് പറയുമ്പോൾ അന്നത്തെ ആ ചരിത്ര സംബന്ധമായ ആഘോഷങ്ങളോ ഒന്നും കാണാനില്ല. പുതുമ തേടിയുള്ള യാത്രയിലാണ് ഓരോ മനുഷ്യരും. ഈ പ്രാവശ്യത്തെ ക്രിസ്മസും നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി ആഘോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.